അനന്തമൂർത്തിയായ ഭഗവാനെ എടുക്കാനായി യശോദയുടെ നേരെ കൈനീട്ടിയതും യശോദ തന്റെ മാറിടത്തിൽ ചേർന്ന് കിടക്കുന്നതായ ആ സച്ചിദാനന്ദ പൊരുളായ ഭഗവാനെ ഗർഗമഹർഷിയുടെ കൈകളിലേക്ക് അങ്ങ് വെച്ചുകൊടുത്തു. ഭഗവാനെ അങ്ങ് മടിയിലേക്ക് കടത്തിയതും ആനന്ദ സമാധിയിലേക്ക് ലയിച്ചു ഗർഗാചാര്യര്. കഥമസ്യ നാമ കുറുവേ സഹസ്രനാമോഹി അനന്തനാമ. അമ്പാടി തെരുവിൽ നിന്ന് ഒരു മഹാമന്ത്രം ഉദ്ഭവിക്കുകയാണ്. തമദ്ഭുതം ബാലകമംബുജക്ഷണം ചതുർഭുജം ശംഖഗദാര്യുതായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോദസൗഭഗം മഹാർഹവൈഡൂര്യകിരീടകുണ്ടലത്യുഷാപരിഷ്വക്ത സഹസ്രകുണ്ടലം ഉദ്ദാമകാഞ്ജങ്കതകങ്കണാദിഭി വിരോചമാനം വസുദേവ ഐക്ഷത. വസുദേവ ഐക്ഷത. വസുദേവരാണത്രേ ആദ്യമായിട്ട് കണ്ടത്. ആരെ? അദ്ഭുതം ബാലകം. അദ്ഭുത ബാലകനായ ആ അവതാര കൃഷ്ണനെ കണ്ണുനീരോടുകൂടിയിട്ട് ആ ഭഗവാനെ സ്തുതിച്ചു. ദേവകി എന്ന ആ അമ്മയും ഇതുവരെ അനുഭവിച്ചതായ സകല താപങ്ങളെയും മറന്നുകൊണ്ട് താപത്രയാന്തകനായ ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണ് നമസ്കരിക്കുന്നു. അങ്ങനെ ദേവകീ വസുദേവ പുത്രനായി ഭഗവാൻ കൃഷ്ണനായിട്ട് അവതരിച്ചു. പറയുമ്പോ കേൾക്കുമ്പോ നമുക്ക് തോന്നും, എന്തൊരു ഭാഗ്യാ ദേവകിക്ക്, എന്തൊരു ഭാഗ്യാ വസുദേവർക്ക്. കൃഷ്ണനെ സ്വന്തം മകനായിട്ട് കിട്ടിയാൽ ഇതിൽ പലൊരു ഭാഗ്യം വേണം. ഞാൻ ചോദിക്കട്ടെ, കൃഷ്ണൻ നമ്മുടെ മകനായിട്ട് വന്നാൽ സന്തോഷാവോ? കൃഷ്ണനെ നമ്മുടെ മകനായിട്ട് വന്നാൽ സന്തോഷാവോ? സന്തോഷാവോ? അയ്യോ, എന്തൊരു സന്തോഷാവും. പക്ഷേ ഈ ദേവകീ വസുദേവന്മാർ അനുഭവിച്ചതൊക്കെ അനുഭവിക്കണം എന്നാ നമ്മുടെ മകനായിട്ട് വരും. ഇനി ഞാൻ ചോദിക്കട്ടെ, കൃഷ്ണൻ നമ്മുടെ മകനായിട്ട് വരണോ? വേണ്ട, ഞങ്ങള് കൃഷ്ണാവതാരം കേട്ടോളാം, ഞങ്ങള് കൃഷ്ണാവതാരം വായിച്ചോളാം. കൃഷ്ണൻ ദേവകിയുടെയും വസുദേവയുടെയും മകനാവുന്ന തന്നെയാണ് നല്ലത്. കാരണം നമുക്കൊന്നും ഈ ത്യാഗങ്ങളെ സഹിച്ച് ഭഗവാനിലേക്ക് എത്താൻ സാധിച്ചെന്ന് വരില്ല. ഇപ്പൊ ഭാഗവതം കേൾക്കാൻ തന്നെ കുറച്ചും കൂടി സൗകര്യമുള്ള കസേര കിട്ടിയാൽ തരക്കേടില്ല എന്നൊക്കെ തോന്നുന്നില്ലേ നമുക്ക്? അപ്പോ ഭഗവാന് വേണ്ടിയിട്ട് ചെറിയൊരു ദുഃഖം സഹിക്കാൻ തന്നെ നമുക്കിപ്പോ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ദേവകീ വസുദേവന്മാര് എത്ര ദുഃഖം സഹിച്ചിട്ടാ ഭഗവാനെ ഒന്ന് സ്വന്താക്കിയത്. ഏതായാലും ദേവകീയുടെ പ്രാർത്ഥനയാണ്, ഭഗവാനെ ഉപസംഹര വിശ്വാത്മൻ നതോലൂപം അലൗകികം ശംഖചക്ര ഗദാപത്മ ശ്രിയാജുഷ്ടം ചതുർഭുജം. അലൗകികമായ ഈ ഒരു അദ്ഭുത ഭാവത്തെ ലൗകിക ജീവികളായ ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ സാധിക്കണില്ല. അതുകൊണ്ട് എന്റെ കൈകളിലേക്കൊന്ന് എടുക്കാൻ, മാറിടത്തിലേക്കൊന്ന് ചേർക്കാൻ ഈ രൂപത്തെ ഒന്ന് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് മാനുഷബാലവേഷം. ഭഗവാൻ നീലബാലനായി അവിടെ മാറി ആ ഭഗവാനെ മാറിടത്തിലേക്ക് ചേർത്ത് ഭഗവാൻ അവതാര നിവേദ്യമായി തന്റെ സ്തന്യാമൃതത്തെ കൊടുത്ത് ധന്യതയെ നേടി ദേവകി. പിന്നീട് വസുദേവര് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭഗവാനെ വാരിയെടുത്ത് മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്പാടിയിലേക്ക് യാത്ര പുറപ്പെടുന്നു. കാരാഗൃഹത്തിന്റെ വാതിലുകൾ ഓരോന്നായി തനിയെ തുറന്നു. കുർക്കം വിളിച്ചുറങ്ങുന്നതായ കംസഭൃത്യന്മാരുടെ മുൻപിൽ കൂടിയിട്ട് വസുദേവര് ആ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അവിടെ മഴ ശക്തി പ്രാപിച്ചു. ആ പ്രകൃതിയുടെ സ്വഭാവമാറ്റം സർവവിധത്തിലും ഭഗവാനെ ബാധിച്ചില്ല. ശേഷനാഗം തന്റെ നാഗബണങ്ങളെ കൊണ്ട് ഭഗവാന് മുത്തുക്കുടയൊരുക്കി.
യമുനാ തീരത്തേക്ക് എത്തിയപ്പോ ഭഗവാനെ തന്റെ വിരിമാറിലേക്ക് ഏറ്റെടുക്കാൻ എന്നോണം രണ്ടു ഭാഗത്തേക്കായിട്ട് യമുനാ നദി വഴിമാറിക്കൊടുത്തു. ഭഗവാനെയും എടുത്തു വസുദേവർ അമ്പാടിയിലേക്ക് എത്തി. അവിടെ നന്ദഗോകുലത്തില് നന്ദഗോപപത്നിയായ യശോദാദേവി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ട്. യാ യോഗമായാ ജനി നന്ദജായയാ, നന്ദജയായിട്ട് നന്ദഗോപപുത്രിയായിട്ട് സാക്ഷാൽ ജഗദംബിക മായാദേവി അവതരിച്ചു. ആരായി മായാദേവി? ആരാ മായാദേവി? യാ ദേവി സർവഭൂതേഷു വിഷ്ണുമായേതി ശബ്ദിത. സാക്ഷാൽ വിഷ്ണുമായയായ ഭഗവതി അവതരിച്ചു. ഈ മായാഭഗവതി ഉണ്ടല്ലോ, ഈ ദേവി വിചാരിച്ചാൽ നമ്മളെ എന്തൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ വിദ്യയെ, നമ്മുടെ ശ്രദ്ധയെ, നമ്മുടെ വിശപ്പിനെ, നമ്മുടെ ദാഹത്തെ ഒക്കെ നിയന്ത്രിക്കുന്നത് പ്രകൃതിയായ ഈ ഭഗവതിയാണ്. അല്ലേ? ദേവി മഹാത്മ്യത്തിൽ കാണാം, യാ ദേവി സർവഭൂതേഷു. ഇപ്പൊ ഉറക്കം വരുന്നില്ലേ? നല്ല ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങണ്ടെന്ന് വിചാരിച്ച് കണ്ണിങ്ങനെ മിഴിച്ചിട്ടൊക്കെ നോക്കുന്നുണ്ട്, വീണ്ടും ഉറങ്ങി. ഇനി ഇതേ ആള് രാത്രിയിൽ പോയിട്ട് ഉറങ്ങണം എന്ന് വെച്ച് കണ്ണടച്ചിട്ടോ ഉറങ്ങാൻ പറ്റണില്ല. ആരാ ഇതിന് കാരണക്കാരി എന്നറിയൂ? യാ ദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത. അപ്പോ ഇവിടെ ആ നന്ദഗോപപുത്രിയായി അവതരിച്ചതായ ഭഗവതി തന്റെ മായാപ്രഭാവം കൊണ്ട് യശോദയെ, നന്ദഗോപരെ, ഗോപികമാരെ ഒക്കെ അങ്ങുറക്കി. അവിടേക്കാണ് വസുദേവര് ഭഗവാനെയും എടുത്തതാ കയറി ചെന്നു. യശോദയുടെ ഒരു ഭാഗത്തായിട്ട് ആ ഭഗവാനെ ചേർത്ത് കിടത്തി, മറുഭാഗത്ത് കിടക്കുന്ന ആ പെൺകുഞ്ഞിനെ ഭഗവതിയെ വാരിയെടുത്ത് ഒന്നുകൂടി ആ നീലവർണ്ണനായ ഭഗവാനെ തന്റെ കണ്ണുകളിൽ കൂടി ഹൃദയത്തിലേക്ക് ആവാഹിച്ച് തിരിച്ച് കംസന്റെ കാരാഗൃഹത്തിലേക്ക് പുറപ്പെട്ടു. ഇവിടെ യശോദാനന്ദപത്നീച ജാതം പരമബുദ്ധ്യത. യശോദ എന്ന ആ മഹാഭാഗ്യവതി അല്ലേ, നാളെ നേരം പുലർന്നാൽ ഈ ലോകത്തിൽ ഏറ്റവും ഭാഗ്യവതി ആര് എന്ന ചോദ്യത്തിന് എല്ലാവർക്കും ഒരൊറ്റ ഉത്തരേയുള്ളൂ, അത് യശോദയാണ് അല്ലേ. എന്നെ തപം ചെയ്തനേ യശോദ, എങ്കും നിറയും പരബ്രഹ്മം അമ്മാ എന്നടയ്ക്ക എന്നെ തപം ചെയ്തനേ അല്ലേ. പരബ്രഹ്മസ്വരൂപിയായ ആ ഭഗവാനെ ഹൃദയത്തിലൊന്ന് കാണാൻ എത്ര തപസ്സിരിക്കണം എന്നിരിക്കെ ആ സച്ചിദാനന്ദ സ്വരൂപനെ മാറിടത്തിലേക്ക് ചേർക്കാനും കയ്യിലെടുക്കാനും മടിയിലിരിക്കാനും വാരിപ്പുണരാനും എന്തിന്? നമ്മളൊക്കെ ബ്രഹ്മത്തെ തേടിയിട്ട് അങ്ങോട്ട് അന്വേഷിച്ചു പോവുക അല്ലേ. ബ്രഹ്മ എവിടെയാണുള്ളത്, ഭഗവാൻ എവിടെയാണുള്ളത് എന്ന് അന്വേഷിച്ച് നമ്മൾ അങ്ങോട്ട് പോകുമ്പോ അമ്പാടിയിൽ പോയാൽ യശോദയുടെ സാരിത്തുമ്പിന്റെ അറ്റം പിടിച്ചിട്ട് ബ്രഹ്മം യശോദയുടെ പിറകെ വരിക. ഈ ഒരു ഭാഗ്യം ഈ ലോകത്ത് വേറെ ആർക്കുണ്ട്? ആ മഹാഭാഗ്യവതിയായ യശോദ, ആ മഹാഭാഗ്യവതിയായ യശോദ സർവവിധത്തിലും ഈ ഒരു ഭാഗ്യം തനിക്ക് നാളെ കിട്ടാൻ പോകുന്നു എന്നുപോലും അറിയാതെ സുഖമായിട്ടുറങ്ങി. യശോദയുടെ തൊട്ടരികിലായിട്ട് സാക്ഷാൽ ഭഗവാൻ തന്റെ താമരക്കണ്ണുകളെ മിഴിച്ച് അങ്ങനെ കിടക്കുന്നു. ഈ ഒരു രംഗത്തിലാണ് കൃഷ്ണാവതാരം എന്നുള്ളതായ അധ്യായ പ്രകരണം അവിടെ സമർപ്പിച്ചത്. അവിടുന്ന് വസുദേവരിത തിരിച്ചു ഭഗവാനെയും എടുത്ത് കംസന്റെ കാരാഗൃഹത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോഴേക്കും സർവ പൂർവവതാവൃത ഒക്കെ പഴയതുപോലെയായി. കംസന്റെ കാരാഗൃഹത്തിലേക്ക് ആ ഭഗവതിയെയും പെൺകുഞ്ഞിനെയും എടുത്ത് വസുദേവന് കയറേണ്ട താമസം കാരാഗൃഹത്തിന്റെ വാതിലുകൾ വലിയ ശബ്ദത്തോടുകൂടി വന്നടഞ്ഞു. ദേവകി വസുദേവന്മാരുടെ കൈകാലുകളിലേക്ക് ചങ്ങലകൾ വന്ന് ബന്ധിക്കപ്പെട്ടു. പോരാ, ദേവകിയുടെ മടിയിൽ കിടക്കുന്ന ആ പെൺകുഞ്ഞ് ഉറക്കെ 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 ഇങ്ങനെ കരഞ്ഞു. ആ ഭഗവതിയുടെ അട്ടഹാസം, ആ മായാഭഗവതിയുടെ ആ പെൺകുഞ്ഞിന്റെ കരച്ചില് കേട്ട് ബാലധ്വനിം ശ്രുത്വാ, ആ പെൺകുഞ്ഞിന്റെ കരച്ചില് കേട്ടിട്ടാണ്
കംസന്റെ ഭൃത്യന്മാര് ചാടി എഴുന്നേറ്റത്. അവര് നോക്കുമ്പോഴേക്കും ദേവകിയുടെ മടിയിൽ ഒരു കുട്ടി പ്രസവിച്ചു. ദേവകി എന്നറിഞ്ഞതും കംസനെ ചെന്ന് വിവരറിയിച്ചു. അർദ്ധരാത്രിയില് മഹാരാജാവേ, ദേവകി പ്രസവിച്ചു. കേൾക്കേണ്ട താമസം. 8ാമത്തെ കുട്ടി തന്റെ അന്തകൻ മഹാവിഷ്ണു എന്നൊക്കെ ഉറപ്പിച്ച് ഊരിപ്പിടിച്ച വാളുമായി കംസൻ ഒരു വരവുണ്ടായി. ഓടി വന്ന് കാരാഗ്രഹത്തിന്റെ വാതിൽ ചവിട്ടി അവിടെ തുറന്ന് ദേവകിയുടെ മടിത്തട്ടിലേക്ക് ഒന്ന് നോക്കിയപ്പോ വന്ന ഉഷാറൊക്കെ പോയി കംസന്. അതുഷ്ടൈവ ദൃഷ്ടവാൻ ഭഗിനികാകരേ കന്യക. ഓടി വന്ന ദേവകിയുടെ മടിയിലേക്ക് നോക്കിയപ്പോ ഒരു പെൺകുഞ്ഞ്. അപ്പൊ കംസന് കുറച്ച് വിഷമായി. മഹാവിഷ്ണുവല്ലേ അവതരിക്കണത്, ഇതൊരു പെൺകുഞ്ഞാണല്ലോ. തന്റെ അന്തകൻ 8ാമൻ ഒരാൺകുട്ടിയായിരിക്കും എന്ന് കരുതി വന്നതായ കംസന് പെൺകുഞ്ഞിനെ കണ്ടപ്പോ ആദ്യം ഒരു സംശയം തോന്നി. പിന്നെ കംസനൊന്ന് ആലോചിച്ചപ്പോ അവൻ പെണ്ണുവേഷം കെട്ടാനും എടുക്കണ. പണ്ട് മോഹിനി വേഷം കെട്ടി മഹാദേവനെ പോലും മയക്കിയവനല്ലേ. വരാഹമായും നരഹരിയായും കൂർമ്മമായും മത്സ്യമായും വന്ന ഒരാൾക്ക് ഒരു പെണ്ണിന്റെ വേഷം കെട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് വിഷ്ണു തന്നെ എന്നുറപ്പിച്ച് നൂനം വിഷ്ണുരയം എന്ന ഭാവത്തിൽ ആ പെൺകുഞ്ഞിന്റെ കാലുകൾ കൂട്ടിപ്പിടിച്ച് പാറക്കെട്ടിലേക്ക് ശക്തിയായി വലിച്ചെറിയാൻ വേണ്ടി ഭാവിച്ചതും കംസന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. എന്നാ താഴെ എവിടെങ്കിലും വീണിട്ടുണ്ടാവട്ടെ. കംസൻ താഴെ തെരഞ്ഞു നോക്കുമ്പോഴാണ് ഹേ മന്ദബുദ്ധേ എന്നുള്ള അശരീരി കേട്ടത്. ഇത് മുമ്പും കേട്ട് ശീലമുള്ള ആളായതുകൊണ്ട് കംസൻ മുകളിലേക്ക് നോക്കി. അവിടെ ആകാശവീഥിയിൽ കംസൻ കണ്ടു ആനന്ദസ്വരൂപിണിയായ സാക്ഷാൽ ശ്രീ ദുർഗാദേവിയെ. സിംഹാരൂഢാം ത്രിനേത്രാം കരതല വിലസൽ ശംഖചക്രാസിരമ്യാം ഭക്താഭീഷ്ടപ്രദാത്രീം രിപുമഥനകരിം സർവലോകൈകവന്ദ്യാം സർവാലങ്കാരയുക്താം ശശിയുതമകുടാം ശ്യാമളാംഗീം കൃശാംഗീം ദുർഗാം ദേവീം പ്രപദ്യേ ശരണം അഹമശേഷാപദുന്മൂലനായ. ആശ്രയിക്കുന്ന ഭക്തന്മാരുടെ ദുർഗങ്ങളെ, ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നതായ സാക്ഷാൽ ശ്രീ ദുർഗാദേവിയെ സിംഹാരൂഢയായി 8 തൃക്കരങ്ങളിൽ 8 തരത്തിലുള്ള ആയുധങ്ങളെ ധരിച്ച് സർവാഭരണഭൂഷിതയായി നാനാവർണ്ണപ്പെട്ടുടുത്ത് ദർശിച്ചു. ആര് 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 ചോദ്യം ചോദിച്ചാ അറിയാം എത്ര എണ്ണം ഇപ്പൊ കേൾക്കണുണ്ടെന്ന് അല്ലേ. സാക്ഷാൽ കംസൻ. ഒരു പക്ഷെ ഭാഗവതത്തില് ഈ ഒരു ഭാഗ്യം കംസനു മാത്രമേ കിട്ടിയിട്ടുള്ളൂ അല്ലേ. മായാഭഗവതിയായിട്ടുള്ള ഈ നന്ദഗോപപുത്രിയായിട്ടുള്ള ജനനത്തിൽ ഭഗവതിയെ ശരിക്കും കാണാൻ പറ്റിയ ഒരൊറ്റ കഥാപാത്രം ഈ കംസൻ മാത്രം. ജന്മം കൊടുത്ത യശോദയ്ക്കോ അതിന് കാരണമായ നന്ദഗോപർക്കോ ഇത്ര സമയം മാറിടത്തിലേക്ക് ചേർത്തു പിടിച്ചു വന്ന വസുദേവർക്കോ മടിയിൽ കിടത്തിയ ദേവകിക്കോ പോലും കിട്ടാത്ത ഭാഗ്യമാണ് ആർക്ക് കിട്ടിയത്? കംസന് കിട്ടിയത്. അപ്പൊ നമുക്ക് ഭഗവതിയോട്, ചൊട്ടാനിക്കര അമ്മയോടൊന്ന് ചോദിക്കണം, അല്ല ഈ കംസൻ മഹാദുഷ്ടനല്ലേ, പരമദുഷ്ടനല്ലേ, എന്നിട്ടെന്താ അമ്മയ്ക്ക് കംസനോട് ഇത്ര ഒരു വാത്സല്യം സ്നേഹമൊക്കെ വന്നത് ചോദിച്ചാൽ ഭഗവതി പറയും, കൊല്ലാനാണെങ്കിലും എന്റെ കാലൊന്ന് കൂട്ടി പിടിച്ചുവല്ലോ അല്ലേ. തന്റെ തൃപ്പാദത്തെ ആപതിക്കും കരണീയം സ്മരണീയം ചരണയുഗളമമ്പായ, തന്റെ തൃപ്പാദങ്ങളെ കാലടികളെ കൊല്ലാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒന്ന് ചേർത്ത് പിടിച്ചുവല്ലോ എന്നുള്ളതായ ആ ഭഗവതിയുടെ വാത്സല്യം, കാരുണ്യം സർവവിധത്തിലും പരാക്രമം സ്ത്രീകളിൽ അല്ല വേണ്ടു. തവാന്തകൻ ഭൂമി തലേ പിറന്നോസെ വിജവേന സർവത്ര തിരഞ്ഞുകൊള്ളുക. നിന്നെ കൊല്ലാൻ ഞാൻ വിചാരിച്ചാൽ പറ്റാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ നിന്നെ വധിക്കാനായിട്ടൊരാൾ ഇവിടെ ജനിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് സൂക്ഷിച്ചോളൂ കംസ എന്ന് ഒന്ന് ഭയപ്പെടുത്തി ആ ഭഗവതി നമുക്ക് ആരാധിക്കാണ്ടിതാ പല 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 നാമത്തില് ദേശദേവതയായും പരദേവതയായും ഒക്കെ അനുഗ്രഹം ചൊരിയുന്നു എന്ന് വർണ്ണിച്ചു. ഒരു നിമിഷം ആ ഭഗവതിയുടെ ദർശനം കഴിഞ്ഞതും കംസന്റെ ഉള്ളിലുള്ളതായ പാപം മുഴുവൻ ഇല്ലാണ്ടായി. ഇപ്പൊ കംസൻ പരമഭക്തൻ, ഹൃദയമൊക്കെ ശുദ്ധായി. ഓടി വന്ന ദേവകീ വസുദേവന്മാരെ
അഴിച്ചു. എന്നു മാത്രല്ല, വസുദേവരോട് പറഞ്ഞു, വസുദേവരെ, അങ്ങയെപ്പോലെ ഒരു സത്യസന്ധനെ ഞാനിതാ വേദനിപ്പിച്ചുവല്ലോ. ഹേ സഹോദരി ദേവകി, എന്നോട് ക്ഷമിക്കണേ. ദേവന്മാരെ പോലും കളവ് പറയാൻ തുടങ്ങി എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങളുടെ 8ാമത്തെ കുട്ടി അന്തകനായിരിക്കുന്നു കേട്ടിട്ടാണ് ഞാൻ ഈ പരാക്രമം തുടങ്ങിയത്. ഇപ്പൊ അവര് വാക്കുമാറ്റി. ആരുടെയോ കുട്ടിയാണത്രേ, എവിടെയോ ജനിച്ചു അത്രേ. ഏതായാലും ആ ദേവകി വസുദേവന്മാരെ പലതും പറഞ്ഞ് സമാധാനിപ്പിച്ചു എന്ന് കംസൻ സമാധാനിച്ചു. പിറ്റേ ദിവസം കംസൻ തന്റെ മന്ത്രിസഭ ഒന്ന് വളരെ അടിയന്തരമായിട്ട് യോഗം ചെയ്തു. കംസന്റെ മന്ത്രിമാര് എന്ന് പറഞ്ഞാൽ ഒക്കെ ദുഷ്ടത്തരത്തിൽ ഓരോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്ത ആൾക്കാര്. പ്രലംബൻ, ഭഗൻ, ചാണൂരൻ, തൃണാവർത്തൻ, മഹാചരൻ, മുഷ്ടികൻ, അരിഷ്ടൻ, പൂതന, കേശി, ധേനുകൻ, നഗൻ, ഭഗൻ തുടങ്ങിയിട്ടുള്ളതായ ദുഷ്ടന്മാരായ മന്ത്രിമാരെന്ന് പറഞ്ഞ ആ സഭയിൽ വെച്ച് കംസൻ ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ അറിയിച്ചു. ഇന്നലെ ഒരു പെൺകുഞ്ഞുണ്ടായി. ആ കുട്ടിയുടെ വധത്തിന് വേണ്ടിയിട്ട് ഞാൻ വലിച്ചെറിഞ്ഞപ്പോ ആകാശത്തേക്ക് തെറിച്ചുപോയി. സിംഹാരൂഢയായിട്ട് കണ്ടു. ദൈവീഭാവത്തിലേക്ക് മാറി. എന്നെ നോക്കിയിട്ട് അന്തകൻ ജനിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ഈ മന്ത്രിമാര് കംസനോട് പറഞ്ഞു, അങ്ങ് ഒരു തരത്തിലും ഭയക്കണ്ട. മൂലം ഹി വിഷ്ണുർ ദേവാനാം എത്ര ദേവ എത്ര ധർമ്മസനാതന. ഈ മഹാവിഷ്ണു എന്ന് പറയുന്ന മഹാവൃക്ഷത്തിന്റെ വേരുകള് സനാതന ധർമ്മമാണ്. വേദങ്ങള്, നാമജപങ്ങള്, യജ്ഞങ്ങള്, ദാനങ്ങള്, ഹോമങ്ങള്, തപസ് ഇതൊക്കെ ഇല്ലാണ്ടാക്കിയാ പിന്നെ മഹാവിഷ്ണുവിന് ഒരു ശക്തിയും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇല്ല അങ്ങയോടൊപ്പം, ഞങ്ങള് ഓരോ കാര്യങ്ങളായിട്ട് ഇല്ലാണ്ടാക്കാം. അങ്ങനെ കംസൻ തന്റെ മന്ത്രിസഭയില് വീണ്ടും പുതിയ ദുഷ്ട നിയമങ്ങൾ അങ്ങനെ ചുമത്തി. നാമം ജപം ഇല്ലാണ്ടാക്കുക, ആചാരാനുഷ്ഠാനങ്ങൾ ഇല്ലാണ്ടാക്കുക, സന്യാസിമാരെ ഇല്ലാണ്ടാക്കുക, ആശ്രമങ്ങൾ നശിപ്പിക്കുക, നാമം ജപം ഇല്ലാണ്ടാക്കുക, ഇതൊക്കെ ഓരോ തരത്തിൽ അങ്ങനെ ഓരോ ദുഷ്ടന്മാരെ ഏറ്റെടുത്തപ്പോഴാണ് ആരോ പറഞ്ഞത് അടുത്ത കാലത്ത് അന്തകൻ ജനിച്ചു എന്നാണല്ലോ പറഞ്ഞത്. എന്നാ പിന്നെ അടുത്ത കാലത്ത് ജനിച്ച കുട്ടികളെ മുഴുവൻ കൊല്ലാം. അതിനിപ്പോ കുട്ടികളെ പോവാനും എടുക്കാനും ഒക്കെ കുറച്ചുകൂടി സ്വാതന്ത്ര്യം സ്ത്രീകൾക്കാണ്. കംസന്റെ മന്ത്രിസഭയിലെ ഏക വനിതാ മെമ്പർ പൂതന, അവള് ആ ജോലി ഏറ്റെടുത്തു. അങ്ങനെ വീണ്ടും കംസൻ തന്റെ പഴയ ദുഷ്ടതയ്ക്ക് തുടക്കമിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം മധുരയെ വിട്ട് അമ്പാടി എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നു വ്യാസപുത്രൻ. ഇന്ന് പ്രഭാതത്തില് അമ്പാടി തെരുവിൽ ഉയർന്നതായ ശബ്ദം നന്ദസ്ത്വാത്മജ ഉൽപ്പന്നേ ജാതാഹ്ലാദോ മഹാമന. പ്രഭാതത്തിൽ അമ്പാടി തെരുവ് മുഴുവൻ അറിഞ്ഞു. നന്ദഗോപർക്കൊരുണ്ണിയുണ്ടായി, യശോദാദേവിക്കൊരുണ്ണിയുണ്ടായി, ഗോപീഗോപന്മാർക്കുണ്ടായ ആഹ്ലാദത്തിന് അതിരില്ല. അതുവരെ സമ്പത്തായി കരുതിയിരുന്നതായ പാലും വെണ്ണയുമൊക്കെ പരസ്പരം വലിച്ചെറിഞ്ഞുകൊണ്ട് ആ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു ആ ഗോപിഗോപന്മാര്. ആദ്യത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം അല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. 5200 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇന്നും ആ കൃഷ്ണന്റെ ജയന്തി ആഘോഷമാകുമ്പോഴേക്കും നമ്മുടെ തെരുവുകളും നമ്മുടെ ക്ഷേത്രങ്ങളും കൃഷ്ണവേഷങ്ങളെ കൊണ്ടും മുറിയടി കൊണ്ടും ഘോഷയാത്ര കൊണ്ടും ആനന്ദിക്കുന്നു എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആ കൃഷ്ണാവതാരോത്സവത്തിന്റെ ആനന്ദം എത്രയായിരിക്കും? അങ്ങനെ അമ്പാടിയിലെ ആ നീലവർണ്ണന്റെ സൗന്ദര്യം, ആ നീലപാലന്റെ മാഹാത്മ്യം, മാധുര്യം, അത് കാണാൻ, ആ ഉണ്ണിയെ ഒന്നെടുക്കാൻ, ആ ഉണ്ണിയുടെ കടാക്ഷം ഒന്നേൽക്കാൻ എത്രയോ സജ്ജനങ്ങൾ, ഭക്തന്മാർ ഒഴുകി വരാൻ തുടങ്ങി. ഓരോ ദിവസം കഴിയുമ്പോഴേക്കും യശോദയുടെ, നന്ദഗോപരുടെ ഗൃഹത്തിന്റെ മുൻപില് ആൾക്കാര് തിരക്ക് കൂട്ടി വരാൻ തുടങ്ങി. ഒരു ദിവസം ഏകദേശം 5-ാം ദിവസം കഴിഞ്ഞ് 6-ാം ദിവസം കൃഷ്ണൻ ജനിച്ചിട്ട്, ഭഗവാൻ ജനിച്ചിട്ട് 6-ാം ദിവസം വസുദേവര് മധുരയിലേക്ക് കംസനുള്ളതായ നികുതി കൊടുക്കാനായി പോയി. അങ്ങനെ കംസനുള്ള നികുതി കൊടുക്കാനായിട്ട് വസുദേവര് പോയതായ ആ സമയത്താണ് അമ്പാടി തെരുവിലേക്ക് അതിസുന്ദരിയായ ഒരു ദേവകന്യക ഇറങ്ങി വന്നത്. കണ്ടാൽ സാക്ഷാൽ ശ്രീ മഹാലക്ഷ്മിയാണോ എന്ന് പോലും തോന്നിക്കു വിധം അതിസുന്ദരമായി മടഞ്ഞിട്ടതായ തലമുടിയിൽ ചുറ്റിവച്ച മുല്ലുമാലയോടുകൂടിയിട്ട് തന്റെ കടാക്ഷം കൊണ്ടും പുഞ്ചിരി കൊണ്ടും ശരീര ആകാരം കൊണ്ടും സകലരുടെയും മനസ്സിനെ ഹരിക്കുന്ന മനോഹരിയായിട്ട്
ഒരു ദേവസുന്ദരി കയറി വന്നു അമ്പാടിയിലേക്ക്. അവളുടെ സൗന്ദര്യം കണ്ടപ്പോ, അവളുടെ തൊലിവെളുപ്പ് കണ്ടപ്പോ ഗോപീഗോപന്മാര് ചിന്തിച്ചു, ഇവള് നമ്മുടെ നാട്ടുകാരിയൊന്നുമല്ല, ഇതേതോ VIP. അപ്പൊ എന്ത് വേണം? സൗകര്യം ഒരുക്കി കൊടുക്കണം. VIP വരുമ്പോ എല്ലാവരും വഴിമാറി കൊടുക്കണം. അങ്ങനെ സകലരും ആ സുന്ദരിക്ക് വഴിമാറി കൊടുത്തു. അവള് നേരെ ആ അമ്പാടിയില് യശോദയുടെ ഗൃഹത്തിലേക്ക് പോണു. അപ്പോഴേക്കും വേറൊരു ഗോപിക പിറകിൽ കൂടി പോയി അടുക്കളവാതിലിൽ കൂടി ഉള്ളിൽ കയറി യശോദയോട് പറഞ്ഞു, യശോദ ഈ പഴയ സാരിയൊക്കെ മാറ്റി നല്ല സാരി ഉടുക്കൂ, എന്തേ ഏതോ ഒരു VIP നിന്റെ മകനെ കാണാൻ വരുന്നുണ്ട്. യശോദ വേഗം ഉള്ളതിൽ നല്ലൊരു സാരിയൊക്കെ എടുത്ത് ധാരാളം ആഭരണങ്ങളൊക്കെ ഇങ്ങനെ ധരിച്ച് നോക്കുമ്പോഴേക്കും ആ സുന്ദരി വന്ന് തന്റെ കണ്ണനെ കയ്യിലേക്ക് വാരിയെടുക്കാൻ ശ്രമിക്കുക. തടയാൻ തോന്നോ? VIP ആള്. എന്നു മാത്രല്ല, ആ സുന്ദരി വന്ന് തന്റെ ഉണ്ണിയെ മാറിടത്തിലേക്ക് ചേർത്തു പിടിച്ച് പാല് കൊടുക്കാൻ പുറപ്പെടുക. ഇതുകൂടി കണ്ടപ്പോ യശോദയ്ക്ക് വലിയ സന്തോഷമായി. കാരണം ഇതിപ്പോ കറുപ്പ് കുറച്ച് കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇവളുടെ പാല് കുടിച്ചാൽ നിറം കുറച്ച് വെളുത്താലോ എന്നും വിചാരിച്ച് യശോദയും സന്തോഷിച്ചു. ഭഗവാനാണെങ്കിലോ ഇങ്ങനൊരുത്തി അടുത്തെത്തി എന്ന് കണ്ടതും അതുവരെ കണ്ണുമിഴിച്ചിരുന്നതായ ഭഗവാൻ ചരാചരാത്മാ സനിമീലിതേക്ഷണ തന്റെ താമരക്കണ്ണുകളെ അങ്ങ് അടച്ചു. ഏതായാലും മാരടത്തിലേക്ക് ചേർത്തു വെച്ച് ആ സ്തന്യാമൃതം കൊടുക്കുന്നു എന്ന ഭാവത്തിൽ എങ്ങനെ കഴിഞ്ഞു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ സുന്ദരിയുടെ ഓരോ മർമ്മസ്ഥാനങ്ങളിലും എന്തെന്നില്ലാത്തതായ വേദന അനുഭവപ്പെട്ടു. കുറച്ചു കഴിഞ്ഞപ്പോ സംശയമായി, ഇവൻ കുടിക്കണത് പാലൊന്നുമല്ല, പിന്നെയോ തന്റെ പ്രാണനെയാണ് ഇവൻ വടിച്ചു കുടിക്കണത് എന്നൊരു തോന്നലുണ്ടായതും പതുക്കെ പറഞ്ഞു, സാമുഞ്ച എന്നെ വിടൂ, ഞാൻ പോയിക്കോളാം, എന്നെ വിടൂ, ഞാൻ പോയിക്കോളാം എന്ന് ആ കണ്ണന്റെ കാതുകളിലേക്ക് രഹസ്യമായി പറഞ്ഞപ്പോ കണ്ണു തുറന്നൊരു നോട്ടം നോക്കിയിത്രേ. നിന്നെ വിടാൻ തന്നെയാ ഭാവം. എന്റെ മുൻപില് നീ ഇനി എങ്ങനെയൊക്കെ വേഷം കെട്ടി വന്നാലും ഞാൻ തിരിച്ചറിയാണ്ടിരിക്കൂ. കാരണം സകലരുടെയും ഉള്ളിലിരിപ്പറിയണ ആളാണ് ആര്? ഭഗവാൻ. നമുക്കിപ്പോ ഇങ്ങനെ ഭക്തന്റെ വേഷമൊക്കെ കെട്ടാം, ഷാളിടാം, ചന്ദനക്കുറി ഇടാം, രുദ്രാക്ഷമാല ചാർത്താം. എന്തൊരു ഭക്തനായാള് എന്നൊക്കെ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. പക്ഷേ ഉള്ളിലിരിപ്പറയണ ഭഗവാന്റെ മുമ്പിൽ ഈ വേഷത്തിന് എന്ത് പ്രാധാന്യം? എത്രയൊക്കെ സുന്ദരിയായി ചമഞ്ഞു വന്നാലും നിന്റെ ഉള്ളിൽ നീ നിറച്ചു വെച്ചിരിക്കുന്നതായ പൂതനാഭാവം, രാക്ഷസഭാവം, അത് തിരിച്ചറിയുന്നവനാണ് ഞാൻ എന്ന ഭാവത്തില് ഭഗവാൻ ആ പൂതന എന്ന ഘോരരാക്ഷസിയുടെ പ്രാണനെ സ്വീകരിച്ച് അവളെ വധിക്കുന്നതായ പൂതനാമോക്ഷം. ഒടുവിൽ ദുഷ്ടയായ ആ പൂതനയുടെ ശരീരത്തെ കണ്ട് നന്ദഗോപാദികൾ മുഴുവൻ അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോ ഇനി എന്തു വേണം? ദഹിപ്പിക്കണം, കത്തിച്ച് കളയണം. അപ്പൊ ഒരു ഗോപം പറഞ്ഞു, ഇവിടെ ഒന്നും കത്തിക്കണ്ട, നാറും, കുറച്ച് ദൂരത്ത് കൊണ്ടുപോയി കത്തിച്ചാൽ മതി. അങ്ങനെ കളയപരം പരശുഭിച്ചിത്വ മഴു കൊണ്ടുവന്ന് ആ പൂതനയുടെ ശരീരത്തെ വെട്ടി നുറുക്കി ഗോവർദ്ധനത്തിന്റെ മറുഭാഗത്ത് വളരെ ദൂരത്ത് കൊണ്ടുപോയിട്ട് അവിടെ ദഹിപ്പിച്ചു. കത്താൻ തുടങ്ങിയത് കണ്ടതും എല്ലാവരും മൂക്കും പൊത്തിയിട്ട് തിരിച്ചു വരിക. മൂക്കും പൊത്തി തിരിച്ചു വന്നു. കുറെ കഴിഞ്ഞപ്പോ ഒരുത്തൻ ശ്വാസം മുട്ടിയിട്ട് അറിയാണ്ട് മൂക്കൊന്ന് തുറന്നതാ. നോക്കുമ്പോ കടധൂമസ്യ സൗരഭ്യം, നല്ല ചന്ദനത്തിന്റെ വാസന. അടുത്ത് നിൽക്കുന്ന ആളോട് ചോദിച്ചു, നീ സ്പ്രേ അടിച്ചിട്ടാണോ വന്നത്? എന്തേ, നല്ല വാസനയാ. എന്നാ പിന്നെ അവൻ മൂക്ക് വിട്ട് നോക്കി. നോക്കുമ്പോ ശരിയാ, സകലരും മൂക്ക് വിട്ട് നോക്കി. നോക്കുമ്പോ ശരിയാ. കിമിതം കുത ഏവേതി, ഇതെവിടുന്നാ വാസന, ഇതെവിടുന്നാ വാസന എന്ന് മൂക്കുപൊത്തി ഇങ്ങോട്ട് വന്നവരൊക്കെ തിരിച്ച് അങ്ങോട്ട് തന്നെ നടന്നു. നോക്കുമ്പോഴാണ് ഈ പൂതനയുടെ ദഹിക്കുന്നതായ ശരീരത്തിൽ നിന്ന് ഉയരുന്ന പുകയുടെ സുഗന്ധമാണ് എന്ന് മനസ്സിലായത്. അപ്പൊ ഇവർക്ക് തോന്നി, ഇത്ര വാസനയാണ് ഈ പൂതനയുടെ ശരീരത്തിന് എന്നുണ്ടെങ്കില് വെറുതെ ഇത്ര ദൂരം കൊണ്ടുവരണ്ടായിരുന്നു അല്ലേ? വെട്ടി ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ സാമ്പ്രാണി കത്തിക്കണത് പോലെ കത്തിച്ചു വെച്ചാ മതിയായിരുന്നു. എന്തൊരു നല്ല വാസനയാ എന്ന ഭാവത്തിൽ അവരൊക്കെ ആശ്ചര്യപ്പെട്ടു. പരീക്ഷത്തെ പൂതനയ്ക്ക് മോക്ഷം കൊടുത്തു
എന്ന് ശുഗബ്രഹ്മ ഋഷി പറഞ്ഞപ്പോ പരീക്ഷത്തിന്റെ കണ്ണുകളിൽ ആശ്ചര്യം. പൂതനാലോകബാലഘ്നീ രാക്ഷസീ രുധിരാശന. അല്ലേ, രാക്ഷസി രുധിരാശന. അല്ലേ, രുധിരാശന എന്ന് വെച്ചാൽ ഇവളുടെ ചുണ്ടുകൾ കണ്ട എപ്പോഴും ലിപ്സ്റ്റിക് ഇട്ടതുപോലെ ഉണ്ടാവുന്ന, എപ്പോഴും ഈ കുട്ടികളുടെ ചോര കുടിച്ചു കുടിച്ചു കുടിച്ച് ആ ചോര നിറം വന്നിട്ടുണ്ട് എപ്പോഴും. അങ്ങനെ ചോരയുടെ ഗന്ധം നനവ് മാറാത്ത ചുണ്ടോടു കൂടിയതായ ഈ രാക്ഷസിക്ക് കൃഷ്ണൻ മോക്ഷം കൊടുത്തോ? ഭഗവാൻ മോക്ഷം കൊടുത്തോ? അല്ല, എന്ത് പുണ്യമാ ഈ പൂതന ചെയ്തത് എന്ന് ചോദിച്ചപ്പോഴാണ് ശുഗബ്രഹ്മ ഋഷി പറഞ്ഞത്, പദ്ഭ്യാം ഭക്തഹൃദിസ്ഥാഭ്യാം വന്ദ്യാഭ്യാം ലോകവന്ദിതൈഹി. യാതൊരു ഭഗവാന്റെ പാദാരവിന്ദത്തെ ഒന്ന് ഹൃദയത്തിൽ സ്മരിച്ചാൽ തന്നെ പാപങ്ങൾ ഒടുങ്ങുമോ, ആ ഭഗവാനെ തന്റെ മടിത്തട്ടിൽ കിടത്തുമ്പോ, തന്റെ മാറിടത്തിലേക്ക് ചേർക്കുമ്പോ, ഭഗവാന്റെ കൊച്ചുപാദം കൊണ്ട് പൂതനയുടെ ശരീരത്തിൽ അവിടെയും ഇവിടെയും ഒന്ന് ചവിട്ടിയിട്ടുണ്ടാവില്ലേ ഭഗവാൻ? ആ പാദസ്പർശനം പോരെ പൂതനയ്ക്ക് സദ്ഗതി കിട്ടാൻ എന്നിങ്ങനെ പാടിക്കൊണ്ടാണ് മുക്തിമന്ത്രപ്പെരുമാളായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആദ്യത്തെ ലീലയായ പൂതനാ മോക്ഷം എന്ന പ്രകരണം അവിടെ വർണ്ണിച്ചത്. പിന്നീട് 28-ാം പിറന്നാള് ദിവസം ഭഗവാനെ അന്ന് കുറച്ച് നേരത്തെ എഴുന്നേൽപ്പിച്ചു, എണ്ണയൊക്കെ തേച്ച് നന്നായി കുളിപ്പിച്ചു. കുറച്ച് ആൾക്കാരെയൊക്കെ യശോദ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ അവര് വരുമ്പോഴേക്കും അടുക്കളപ്പണിയൊക്കെ ആവണ്ടേ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴേക്കും ഭഗവാൻ തന്റെ താമരക്കണ്ണുകൾ അങ്ങനെ അടച്ചടച്ചടച്ച് ഉറങ്ങാൻ പോകുന്നുണ്ട്. യശോദയ്ക്കും സന്തോഷമായി. ഉറങ്ങിയാ പിന്നെ കുറച്ചു സമയം തനിക്ക് തന്റെ ജോലി നോക്കാലോന്ന് വെച്ച് ഉറങ്ങിയതായ ആ കണ്ണനെയും എടുത്ത് യശോദ എവിടെയാ ഇപ്പൊ കിടത്തുക? ഈ വരുന്ന വഴിയിലൊക്കെ കിടത്തിയാ ബുദ്ധിമുട്ടാവും. അപ്പോഴാണ് അവിടെ ഒരു കാളവണ്ടി നിർത്തിയിട്ടിട്ടുണ്ട്. അത് പണ്ടേ അവിടെ ഇങ്ങനെ നിർത്തിയിട്ട വണ്ടിയാ. ആ കാളവണ്ടിയുടെ അരികിലായിട്ടൊരു ഭാഗത്ത് ആ പട്ടുമെത്തൊക്കെ വിരിച്ച് അതിലേക്ക് കണ്ണനെ കിടത്തി. കുറച്ച് ഗോപന്മാര് കുട്ടികളെ, ചെറിയ കുട്ടികളെ കുറച്ച് വിളിച്ചു. അവരൊക്കെ ഓടി വന്നപ്പോ യശോദ പറഞ്ഞു, നിങ്ങളിവിടെ കണ്ണന്റെ അടുത്ത് കാവലിരിക്കണം. കണ്ണൻ ഉണർന്നാൽ എന്നോട് വന്ന് വിവരം പറയണം. അവര് സമ്മതിച്ചു. യശോദ പറഞ്ഞു, ഇവിടുന്ന് ശബ്ദം ഉണ്ടാക്കരുത്, കുട്ടി ഉറങ്ങുകയാണ്. ഓ, യശോദ അങ്ങ് പോയി. അല്ലേ, കുട്ടികളോട് ഇപ്പൊ ശബ്ദം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ എത്ര സമയം അവര് ശബ്ദം ഉണ്ടാക്കാണ്ടിരിക്കും. കുറച്ചു കഴിഞ്ഞപ്പോ ഒരു ഗോപൻ പതുക്കെ ഈ ഉറങ്ങുന്ന കണ്ണന്റെ മുടി ഇങ്ങനെ വലിച്ചു നോക്കാൻ തുടങ്ങി. എത്രയാ ഇവന് തലമുടി, ഇത് പെൺകുട്ടിയാ? വേറൊരുത്തന്നെ സംശയം, ഇവന്റെ മൂക്കിന് എന്തൊരു സൗന്ദര്യ, നമുക്കൊക്കെ എത്ര വലിയ മൂക്ക, ഇത് നോക്കൂ ചെറിയ മൂക്ക്. വേറൊരുത്തന്റെ സൗന്ദര്യം, പല്ല് മുളച്ചിട്ടുണ്ടാവോ നോക്കാം. അല്ലേ, ഒരുത്തൻ വായ കുത്തിപ്പിടിച്ച് വായ തുറന്ന് പല്ല് മുളച്ചോ നോക്ക. വേറൊരുത്തന്റെ സംശയം, കണ്ണന്റെ കണ്ണ് അടച്ചിട്ടാകുമ്പോഴാണോ സൗന്ദര്യം തുറന്നിട്ടാകുമ്പോഴാണോ? എന്നിട്ടോ ഈ ഉറങ്ങുന്ന കൃഷ്ണന്റെ കണ്ണിങ്ങനെ പൊന്തിക്കുക, താഴ്ത്തുക. വേറൊരുത്തൻ കാല് പിടിച്ചു നോക്കണുണ്ട്, വേറൊരുത്തൻ കൈ പിടിച്ചു നോക്കണുണ്ട്. ഇങ്ങനെ അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം എന്നിങ്ങനെ ഭാവത്തില് ആ മധുരാധിപതിയായ ഭഗവാന്റെ മാധുര്യത്തെ അവർ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് കണ്ണവിടെ തുറന്നു. യശോദാമേ, ഇതാ കണ്ണൻ കണ്ണു തുറന്നു, ഉണർന്നു എന്നും പറഞ്ഞ് കുട്ടികളൊക്കെ അങ്ങ് പോയതും ഭഗവാൻ തന്റെ കൊച്ചുപാദം കൊണ്ട് അടുത്തുണ്ടായിരുന്ന ആ കാളവണ്ടിയെ ഒന്ന് ചവിട്ടി ആ കാളവണ്ടി അവിടെ പൊടി പൊടിയായിട്ട് തകർന്നു വീണു. ശകടം വിപര്യകാൽ. ശബ്ദം കേട്ട് സകലരും ഓടി വന്നു. എന്താ ശബ്ദം? നോക്കിയപ്പോ ഈ കാളവണ്ടി പൊടിഞ്ഞു വീണ ശബ്ദം. ചോദിച്ചു ഗോപന്മാര്, ഇതെങ്ങനെയാ ഇപ്പൊ പൊടിഞ്ഞത്, ഇതെങ്ങനെയാ പൊടിഞ്ഞത്? അപ്പൊ ആരോ പറഞ്ഞു, അത് പഴയ വണ്ടിയാ, തനിയെ പൊടിഞ്ഞു വീണതാവും, ദ്രവിച്ചിട്ട് പഴകിയിട്ട്. അപ്പൊ ഒരു കുട്ടി പറഞ്ഞു, അല്ല, ഞാൻ കണ്ടിട്ടുണ്ട്, എന്ത്, കണ്ണന്റെ കാല് ചവിട്ടിയപ്പോ പൊടിഞ്ഞതാ. ബാലഭാഷിതമിത്യുത, കുട്ടികൾ എന്തോ പറയണു എന്ന് അപ്പോ വിചാരിച്ചു. ഏതായാലും ചടായി വന്നതായ ശകടാസുരൻ എന്ന കംസഭൃത്തിനെ ഭഗവാൻ ഈ വിധത്തിൽ വധിച്ചു. പിന്നീട് കൊടുങ്കാറ്റായി വന്ന കൃഷ്ണനെ തട്ടിയെടുത്ത് പറന്നുയർന്നതായ തൃണാവർത്തൻ എന്ന ഘോരരാക്ഷസനെ ഭഗവാൻ വധിക്കുന്നതായ തൃണാവർത്ത മോക്ഷം എന്ന രംഗവും പാടി. ഒരിക്കൽ യശോദ മടിയിലിരുത്തി ഭഗവാൻ അങ്ങനെ പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഭഗവാൻ ഒന്ന് കോട്ടുവായിടുന്നതും
ആ ഭഗവാന്റെ വായ്ക്കുള്ളിലേക്ക് ഒരു നോട്ടം നോക്കിയ യശോദ മണ്ണും വെണ്ണും കണ്ട് അമ്പരക്കുന്നതുമായ രംഗം കൂടി അവിടെ പാടി. ഇപ്പോ 6 മാസം പ്രായം കഴിഞ്ഞു ഭഗവാന്. യദുക്കളുടെ ആചാര്യനായിട്ടുള്ള ഗർഗമഹർഷി അമ്പാടിയിലേക്ക് കയറി വരുന്നതായ രംഗം. നന്ദഗോപര് സന്തോഷത്തോടുകൂടി ഗർഗാചാര്യരെ സ്വീകരിച്ചു. ഞാൻ വന്നത് വസുദേവരുടെ നിർദ്ദേശപ്രകാരമാണ്. കംസനെ ഭയന്ന് വസുദേവരുടെ ഭാര്യയായ രോഹിണി ഇവിടെ കഴിയുന്നുണ്ടല്ലോ. ആ രോഹിണിക്ക് ഒരു ആൺകുഞ്ഞുണ്ടായിട്ടുണ്ടല്ലോ. ആ കുട്ടിക്ക് നാമകരണം ചെയ്യാൻ, പേര് വിളിക്കാനാണ് ഞാൻ വന്നത് എന്ന് ഗർഗാചാര്യര് പറഞ്ഞപ്പോ നന്ദഗോപര് പറഞ്ഞു, എങ്കിൽ മഹർഷേ, എന്റെ ഉണ്ണിക്കും അങ്ങൊരു പേര് വിളിക്കണം. കാരണം അവനിപ്പോ ഒരു പേര് അത്യാവശ്യമായി വന്നിരിക്കുക. എന്താച്ചാൽ പേരൊന്നുമില്ലാത്തത് കൊണ്ട് വായി തോന്നുന്ന പേരൊക്കെ ആൾക്കാര് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ബലരാമനെയും കൃഷ്ണനെയും കൂടി ചേർത്ത് കടത്തി കഴിഞ്ഞാൽ ആൾക്കാർ ചിലപ്പോ പറയും, ആ കറുത്ത ഉണ്ണി ഉണ്ടല്ലോ, ആ കരിമുകിൽ വർണ്ണനുണ്ടല്ലോ, ആ കാർമുകിൽ വർണ്ണനുണ്ടല്ലോ. അപ്പോ എന്തെങ്കിലും ഒരു പേരിട്ടാൽ ഒരു സമാധാനം കിട്ടും. നന്ദഗോപര് ഈ ഒരു ആവശ്യം പറഞ്ഞതും ഗർഗാചാര്യരുടെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. യമുനയിൽ പോയി കുളിച്ചു വന്ന് പശുത്തൊഴുത്തിൽ ഒരു ഭാഗം ശുദ്ധമാക്കി അവിടെ വെച്ച് ആ ഗർഗമഹർഷി രോഹിണീപുത്രനായ ആ ഉണ്ണിയെ തന്റെ മടിയിലേക്ക് ചേർത്ത് കിടത്തുന്നതും സകലരെയും രമിപ്പിക്കുന്നതായ ഗുണങ്ങളുള്ളവനായതുകൊണ്ട് ഇവന് രാമൻ എന്ന് പേര്. ഭാവിയിൽ അതിബലവാനായി തീരും, അതുകൊണ്ട് ഇവന് ബലരാമൻ എന്ന് പേര്. മറ്റൊരു ഗർഭത്തിൽ നിന്നും സംഘർഷിച്ചവനായതുകൊണ്ട് സംകർഷണൻ എന്ന് പേര്. ഇങ്ങനെ നാമകരണം ചെയ്ത് ഗർഗമഹർഷി ആ അനന്തമൂർത്തിയെ രോഹിണിയുടെ കയ്യിലേക്ക് കൊടുത്ത് അനന്തമൂർത്തിയായ ഭഗവാനെ എടുക്കാനായി യശോദയുടെ നേരെ കൈ നീട്ടിയതും യശോദ തന്റെ മാറിടത്തിൽ ചേർന്ന് കിടക്കുന്നതായ ആ സച്ചിദാനന്ദപ്പൊരുളായ ഭഗവാനെ ഗർഗമഹർഷിയുടെ കൈകളിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തു. ഭഗവാനെ അങ്ങ് മടിയിലേക്ക് കടത്തിയതും ആനന്ദ സമാധിയിലേക്ക് ലയിച്ചു ഗർഗാചാര്യര്. കഥമസ്യ നാമ കുറുവേ സഹസ്രനാമോഹി അനന്തനാമ. ഞാൻ എങ്ങനെയാ ഒരു പേര് വിളിക്കുക? ഒരു ഭാഗത്ത് നിരാകാരൻ, നിർഗുണൻ എന്നൊക്കെ പറയുന്ന പരബ്രഹ്മം, മറുഭാഗത്ത് ആയിരക്കണക്കിന് രൂപനാമങ്ങളുള്ളതായ അവതാരമൂർത്തി. ഞാനൊരു പേര് വിളിച്ചാൽ അതിലൊതുങ്ങുന്നതാണോ ഈ ഭഗവാന്റെ മഹത്വം? ലോകം മുഴുവൻ നാളെ വിളിക്കേണ്ടതായ ആ ഒരു നാമം എന്തായിരിക്കും? ഭഗവാൻ തന്നെ അതിന് കാരണമാവട്ടെ എന്ന ഭാവത്തില് ഗർഗമഹർഷി ആനന്ദ സമാധിയിൽ എങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോഴാണ് ഭഗവാൻ ഗർഗാചാര്യരുടെ ആ നീണ്ടു വെളുത്ത താടിരോമത്തെ പിടിച്ച് ഒരു വലിയങ്ങ് വലിച്ചത്. കാന്തം കാന്തി നിധാനതോപി മധുരം. ഭൂലോക വൈകുണ്ഠമാകുന്ന ഗുരുവായൂരിലേക്ക് പോയാൽ എത്ര ആൾക്കാരാ ഗുരുവായൂരപ്പനെ ഒരു ദിവസം തൊഴാൻ വരുന്നത്? ഇതുവരെ എത്ര ആൾക്കാര് ഗുരുവായൂരപ്പനെ തൊഴുതിട്ടുണ്ടാവും? ഇന്ന് തിരക്കേ ഇല്ല എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയതൊരു 3000 ആള് തൊഴുതു എന്നർത്ഥം. അപ്പോ ഇത്രയും ആൾക്കാര് ആ ഒരു ഗുരുവായൂരപ്പന്റെ മുൻപിലേക്ക് ആകർഷിച്ചെത്തുന്നുണ്ടെങ്കിൽ ആരാ, എന്താ അവിടെ കാണാനുള്ളത്? അവിടത്തെ കേമന്മാരുടെ ഒക്കെ വിചാരം ചുമരിന്റെ മുകളിലുള്ള ചിത്രവും ചുമരിന്റെ മുകളിലുള്ള പ്രതിമയും കാണാൻ ആൾക്കാർ വരണതെന്ന. അതൊന്നുമല്ല. അവിടെ ഇനി എത്ര കൊത്തുപണികൾ ഉണ്ടാക്കി വെച്ചാലും, അവിടെ ഇനി എത്രയ്ക്കൊക്കെ മെനക്കെട്ടിട്ട് ആൾക്കാരെ ആകർഷിക്കാനുള്ളത് ഉണ്ടാക്കി വെച്ചാലും അതൊന്നുമല്ല. പിന്നെയോ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നതായ ആ ഗുരുവായൂരപ്പൻ തന്നെ ആ സകലരെയും ആകർഷിക്കുന്നത്. ആ ഭഗവാന്റെ ഒരു പുഞ്ചിരി കൊണ്ട് ലോകം മുഴുവൻ ഗുരുവായൂരിലേക്ക് ആകർഷിച്ചെത്തുന്നുണ്ടെങ്കിൽ സകലരെയും ആകർഷിക്കാനുള്ള കഴിവുള്ള ഇവന് കൃഷ്ണൻ കർഷതി ഇതി കൃഷ്ണ എന്ന് പേര്. പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഓരോ ലീലകളിൽ കൂടി ഓരോ നാമങ്ങളെ സ്വന്തമാക്കും ഇവൻ. നന്ദഗോപരെ, നിങ്ങൾ വേണ്ടതെന്താ അറിയോ? ഈ കൃഷ്ണനെ സ്നേഹിക്കൂ. ഒരു തരത്തിലുള്ള ആപത്തുകളും നിങ്ങൾക്ക് ബാധിക്കില്ല എന്ന് ഗർഗാചാര്യർ ഇവിടെ പറഞ്ഞു നിർത്തി. അങ്ങനെ യശോദാപുത്രന് കൃഷ്ണൻ എന്നും രോഹിണീപുത്രന് രാമൻ എന്നും പേര് വിളിച്ചു. അമ്പാടി തെരുവിൽ നിന്ന് ഒരു മഹാമന്ത്രം ഉദ്ഭവിക്കുകയാണ്. നാരദ മഹർഷി ബ്രഹ്മാവിനെ ചെന്ന് കണ്ടു.
ബ്രഹ്മാവിനോട് ചോദിച്ചു, ഈ ദ്വാപരയുഗം കഴിഞ്ഞ് കൃഷ്ണനാട്ടം കഴിഞ്ഞാൽ കലിയുഗം ആരംഭിക്കും. പലതരത്തിലുള്ളതായ കൽമഷങ്ങളും കുടിലതകളും നിറഞ്ഞതായ കലിയുഗത്തില് ഹൃദയത്തിൽ നിൽക്കുന്നതായ പലവിധത്തിലുള്ള ദുഃഖമാകുന്ന രോഗത്തെ നശിപ്പിക്കാൻ ഒരു ഔഷധം വേണ്ടേ? എന്തെങ്കിലും ഒരു മന്ത്രം, എന്തെങ്കിലും ഒരു ഔഷധം കലിയുഗത്തിലേക്ക് വേണം. ബ്രഹ്മദേവ, ഏതു മന്ത്രമാത് എന്ന് ചോദിച്ചപ്പോ ബ്രഹ്മാവ് പറഞ്ഞു, ഇപ്പോ അമ്പാടിയിൽ തെരുവിലേക്ക് പോയ ഒരു മന്ത്രം കേൾക്കാം. ഗർഗമഹർഷി പേര് വിളിച്ച് പോയതേ ഉള്ളൂ. ഇപ്പൊ അമ്പാടിയിലേക്ക് പോയാൽ കലിയുഗത്തിലെ സകലതരത്തിലുള്ളതായ ദുഃഖങ്ങളെയും തരണം ചെയ്യാൻ സാധിക്കുന്ന കലിസന്തരണ ഉപനിഷത്ത് ശ്രവിക്കാം. ഏതാത്? ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അങ്ങനെ കൃഷ്ണന്റെയും രാമന്റെയും ആനന്ദലീലകള് ആരംഭിക്കുകയായി ആ അമ്പാടിയില്.